കൊച്ചി എന്ന കോസ്റ്റൽ സിറ്റിയുടെ മുഖമുദ്ര മാറ്റിയെഴുതിയ എയർപോർട്ട്. ബിസിയസ്റ്റ് എയർപോർട്ട് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ 5-മതും ലോകത്ത് തന്നെ 8-മതും കേരളത്തിലെ ഏറ്റവും തിരക്കേറിയതുമായ എയർപോർട്ട്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു തലസ്ഥാന നഗരത്തിൽ സ്ഥിതി ചെയ്യാനിട്ടുകൂടിയും ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയതും ഏറ്റവും വലിയ എയർപോർട്ടുമാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കേരളത്തിലെ 67% വിമാനയാത്രക്കാർ അവരുടെ ആവശ്യങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. എന്നാൽ കേരളത്തിലെ ആകെ മൊത്തം 4 എയർപോർട്ടുകളിൽ നിന്നും കൊച്ചിൻ എയർപോർട്ടിനെ മാറ്റി നിർത്തുന്ന ഘടകം ഇതൊന്നുമല്ല. കൊച്ചിൻ എയർപോർട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അതാത് സർക്കാരുകൾ കൊണ്ടുവന്ന വിപ്ലവകരമായ ആശയങ്ങളാണ് ഈ എയർപോർട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഈ എയർപോർട്ടിൻ്റെ ചരിത്രം അറിയണം. 1993 നെടുമ്പാശ്ശേരി എയർപോർട്ട് യാഥാർത്ഥ്യമായതെങ്കിലും 1936 കൊച്ചിൻ എയർപോർട്ട് എന്ന ആശയം പൊട്ടിമുളയ്ക്കുന്നത്. അന്നത്തെ കൊച്ചി മഹാരാജാവ് കിങ്ഡം ഓഫ് കൊച്ചിൻ അവരുടെ സ്വന്തം ചിലവിൽ അവരുടെ ആവശ്യങ്ങൾക്കായി വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു എയർ സ്ട്രിപ്പ് പണിതു. പിന്നീട് 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ജാപ്പനീസ് അധിനിവേശത്തെ ഭയന്ന് ഇന്ത്യയിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത എയർ സ്ട്രിപ്പുകൾ അന്വേഷിച്ച ബ്രിട്ടീഷുകാരുടെ റോയൽ നേവിയുടെ പട്ടാള ആവശ്യങ്ങൾക്കും മറ്റുമായി കിങ്ഡം ഓഫ് കൊച്ചിൻ അവരുടെ ഈ എയർ സ്ട്രിപ്പ് ഉപയോഗിക്കാൻ അനുമതി നൽകി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കൊച്ചിൻ മഹാരാജ്യം ഇന്ത്യയിലേക്ക് ലയിച്ചപ്പോൾ ഈ എയർ സ്ട്രിപ്പ് ഇന്ത്യൻ നേവി INS ഗരുഡ എന്ന പേരിൽ ഒരു സീപോർട്ട് എയർപോർട്ടായി ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സീപോർട്ട് എയർപോർട്ട് മിലിറ്ററി ആവശ്യങ്ങൾ കൂടാതെ സിവിലിയൻ ആവശ്യങ്ങൾക്കുമായി ഇന്ത്യൻ നേവി തുറന്നുകൊടുത്തു. പക്ഷേ 1980കളിലെ ഗൾഫ് എക്കണോമിക് ബൂമിൻ്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലി ആവശ്യങ്ങൾക്കായി പോയിരുന്ന കേരളത്തിലെ ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ പ്രതീക്ഷിച്ചതിലും എയർ ട്രാഫിക് ഇരട്ടിയായി. ഇത് ഹാൻഡിൽ ചെയ്യുക എന്നത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ച് ഒരു ഹിമാലയൻ ടാസ്ക്കായി മാറി. അങ്ങനെ കൊച്ചിക്കാർക്ക് വേണ്ടി ഒരു സിവിലിയൻ എയർപോർട്ട് എന്ന ആശയം അവിടെ ജന്മം കൊടുത്തു. ഇനി എങ്ങനെയാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു വിപ്ലവമായി മാറിയത്? ഇന്ത്യയിലെ ആദ്യത്തെ PPP മോഡൽ, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിൻ്റെ ഫണ്ടിങ്ങിലൂടെ രൂപം കൊണ്ട എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. എന്താണ് PPP? സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് ഫണ്ട് ചെയ്യുന്ന വികസന പ്രോജക്റ്റുകളെയാണ് PPP മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എയർപോർട്ടിൻ്റെ നിർമ്മാണ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഈ ഫണ്ടിംഗ് സിസ്റ്റത്തിൽ സുതാര്യതയും അച്ചടക്കവും ഉറപ്പുവരുത്താൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K. കരുണാകരൻ ചെയർമാനായി സിയാൽ അഥവാ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനി രൂപം കൊണ്ടു. പിന്നീട് 1996 ഭരണം മാറിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ E.K. നയനാർ ചെയർമാനായിരിക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ട് നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തീരുമാനമെടുത്തു. 97 കൂടുതൽ ഭൂമി എയർപോർട്ട് ആവശ്യങ്ങൾക്കായി നേടിയെടുക്കാൻ സിയാലിന് അനുമതി ലഭിച്ചു. ഏതാണ്ട് 1213 ഏക്കർ ഭൂമിയാണ് എയർപോർട്ട് നിർമ്മാണത്തിനായി സർക്കാർ അനുവദിച്ചു കൊടുത്തത്. 2300ഓളം ഭൂ ഉടമകളെയും 872ഓളം കുടുംബങ്ങളെയുമാണ് അന്ന് മാറ്റി പാർപ്പിച്ചത്. ഇതേ ആവശ്യത്തിനായി മേജർ ഇലക്ട്രിക് ലൈനുകളും ഇറിഗേഷൻ കനാലുകളും അന്ന് വഴിതിരിച്ചു വിട്ടിരുന്നു. ഇതൊന്നും എളുപ്പമായിരുന്നില്ല. സമീപകാലത്ത് കേരളിൻ്റെ പേരിൽ നമ്മൾ കണ്ട സമരങ്ങളെക്കാൾ ഭീകരമായ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നെടുമ്പാശ്ശേരി അന്ന് സാക്ഷ്യം വഹിച്ചു. അങ്ങനെ എല്ലാവിധ സമരങ്ങളും തടസ്സങ്ങളും താണ്ടി 1999 ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ KR നാരായണൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 10 കൊമേഴ്ഷ്യൽ സർവീസുകൾ ആരംഭിച്ചു. ജൂലൈ 1 പഴയ നേവി എയർപോർട്ടിലെ സകല ഓപ്പറേഷൻസും സിയാലിലേക്ക് മാറ്റി. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ട് ഒരു യാഥാർത്ഥ്യമായി. ഇനി ഈ നൂറ്റാണ്ടിലെ വിപ്ലവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരേ സമയം സിവിലിയൻ മിലിറ്ററി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന 2 എയർപോർട്ടുകളേ ഉള്ളൂ. ഒന്ന് മുംബൈ എയർപോർട്ട്, 2 നമ്മുടെ സ്വന്തം കൊച്ചി. ഇന്ത്യൻ നേവിയുടെ ഹാങ്ങേഴ്സും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും കൂടാതെ അവരുടെ 2 ബോയിങ് ടൈപ്പ് എയർക്രാഫ്റ്റ് P-8I ലോങ് റേഞ്ച് മാരിടൈം റെക്കഗ്നൈസൻസ് എയർക്രാഫ്റ്റ് എയർപ്ലെയിനുകൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ആപ്രോൺ ആൻഡ് ടാക്സി ട്രാക്കും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. INS ഗരുഡയ്ക്ക് ശേഷം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എയർ എൻക്ലേവ് 2nd എയർ സ്ക്വാഡ്രൺ സ്ഥിതി ചെയ്യുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ്. ടു ഇംപ്രൂവ് കോസ്റ്റൽ എയർ സർവേലൻസ് ആൻഡ് എയർ റിലേറ്റഡ് അസിസ്റ്റൻസ്. ഇത് മിലിറ്ററി ഇന്നോവേഷൻസ്. ഇനി സിവിലിയൻ ലെവലിലേക്ക് കടന്നാൽ ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ടാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. 46,000ഓളം സോളാർ പാനലുകളിൽ നിന്നായി 2 ലക്ഷത്തോളം യൂണിറ്റ് കിലോവാട്ട് പവറാണ് ഒരു ദിവസം ഇവിടുന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്.
എക്സസ്സായി വരുന്ന പവർ KSEBക്ക് സിവിലിയൻ ആവശ്യങ്ങൾക്കായി വിൽക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് വാട്ട് മേക്സ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് a true indigenously envisioned infrastructure revolution of the Indian state of Kerala.